മുളൻപൂരിൽ ഗുജറാത്ത് തങ്ങളുടെ ഫൈനൽ പ്രവേശം ആഘോഷിക്കുമ്പോൾ ഡഗൌട്ടിൽ നിറമിഴികളുമായി ഇരിക്കുകയായിരുന്നു വൈഭവ്. നിസ്സഹായനാണിപ്പോൾ അവൻ. ടിൽ ദ ലാസ്റ്റ് ബ്രീത്ത് ടീമിനായി കൈമൈ മറന്ന് പൊരുതിയതാണ്. സെഞ്ചുറിക്ക് വിരലെണ്ണാവുന്ന റൺസുകൾ മാത്രം അകലെ ഒരിക്കൽ കൂടി ആ 15-കാരൻ വീഴുമ്പോൾ ശുഭ്മാൻ ഗിൽ നെടുവീർപ്പ് തീർത്തു. ഇക്കുറി രാജസ്ഥാൻ നേരിടാനായി IPL മൈതാനങ്ങളിൽ ഇറങ്ങിയ ടീമുകളൊക്കെ ഭയന്നത് ആ കുഞ്ഞിനെയാണ്, അവനെ മാത്രമാണ്. 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ടും കാത്തിരിക്കേണ്ട നേരത്ത് അവൻ ഇന്ത്യയിലെ വിശ്വവിഖ്യാതമായ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിലെ ഗാലറികളിലേക്ക് പന്ത് പറത്തുകയാണ്. അനുഭവ സമ്പത്തിന്റെ ഗരിമയിലെത്തിയ ആരെ എങ്ങനെയൊക്കെ പന്തെറിഞ്ഞാൽ വീഴ്ത്താമെന്ന് കൃത്യമായ ധാരണയുള്ള ലോക ക്രിക്കറ്റിലെ വേഗപ്പന്തുകാർ പലരും ആ കുഞ്ഞിന് മുന്നിൽ ക്ലൂലെസ്സായി നിൽക്കുന്ന കാഴ്ച പലകുറി നമ്മൾ കണ്ടു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ തമാശ കലർത്തി പലരും ഇങ്ങനെ എഴുതി കിട്ടു: ജോഫ്ര ആർച്ചർ സമാധാനിക്കുന്നുണ്ടാകും, താൻ രാജസ്ഥാൻ നിരയിലാണല്ലോ എന്നോർത്ത്. വൈഭവിനെ വീഴ്ത്താൻ തൻ്റെ കയ്യിൽ പ്ലാൻ ബിയും സിയും ഡിയും ഒക്കെ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഓസ്ട്രേലിയക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണ്. അയാളെ തെരഞ്ഞു പിടിച്ച് പ്രഹരിച്ച വൈഭവ് പറയാതെ പറഞ്ഞു വെച്ചത് പ്ലാൻ സെഡുമായി വരൂ എന്നാണ്. ഇന്നലെ മുളൻപൂരിൽ ഒരിക്കൽ കൂടി വൈഭവ് ഷോ കണ്ടു, അതും ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെതിരെ. പക്ഷേ ആ പോരാട്ടത്തിനും രാജസ്ഥാന് ഫൈനൽ ടിക്കറ്റ് നൽകാനായില്ല. സഞ്ജു പോയാൽ രാജസ്ഥാൻ എന്തു ചെയ്യും എന്ന് ശങ്കിച്ചു നിന്നവർക്ക് മുന്നിൽ രാജസ്ഥാൻ മാനേജ്മെന്റ് വെച്ച ട്രംപ് കാർഡായിരുന്നു വൈഭവ്. വെറും രണ്ടാമത്തെ മാത്രം IPL സീസൺ കളിക്കുന്ന ഒരു 15-കാരൻ. പടയോട്ടം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രതീക്ഷയുടെ ഒരു ആകാശഗോപുരമായി അവൻ തലയെടുപ്പോടെ നിൽക്കുന്നു. മുളൻപൂരിൽ ഇന്നലെ വിവാദങ്ങൾ കൊണ്ടാണ് ആ മത്സരം ആരംഭിച്ചത്. ടോസിൽ തന്നെ കല്ലുകടി. 2 തവണ ടോസ് ഇടേണ്ടി വന്നു. ആദ്യം ടോസ് ഇട്ടപ്പോൾ രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗിന്റെ കോൾ ഹെഡ്സ് എന്നായിരുന്നു. ടോസ് വീണത് ടെയിൽസും. എന്നാൽ മാച്ച് റഫറി പരാഗിന്റെ ശബ്ദം കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് വീണ്ടും ടോസ് ഇടാൻ ആവശ്യപ്പെട്ടു. ഇക്കുറി പരാഗിന്റെ കോൾ ശരിയായി. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ശുഭ്മാൻ ഗിൽ തന്റെ നീരസം പരസ്യമാക്കി. ടോസ് നേടിയിരുന്നെങ്കിൽ തങ്ങളും ആദ്യം ആ പിച്ചിൽ ബാറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. ആദ്യ ക്വാളിഫയറിൽ ബംഗളൂരുവിനോട് തോൽക്കുമ്പോൾ കഗീസോ റബാഡയും സിറാജും കണക്കിന് തല്ലുവാങ്ങിക്കൂട്ടിയിരുന്നു. ഇക്കുറി വീഴില്ല എന്ന് ആ ഡുവോ മനസ്സിൽ ഉറപ്പിച്ചു. ആദ്യ ഓവറിൽ തന്നെ സിറാജ് ജയ്സ്വാളിനെ പറഞ്ഞയച്ചു. 2ാം ഓവറിൽ റബാഡ ജുറൈലിനെ വീഴ്ത്തി. രാജസ്ഥാൻ അപകടം മണത്ത സമയങ്ങൾ. പെട്ടെന്നവർ തങ്ങളുടെ പ്ലാനുകൾ മാറ്റി. 4ാമനായി രവീന്ദ്ര ജഡേജ ക്രീസിലെത്തി. 2 ഓവർ പൂർത്തിയാകുമ്പോൾ 3 പന്താണ് വൈഭവ് സൂര്യവംശി ആകെ നേരിട്ടിരുന്നത്. വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്നു. സിറാജും റബാഡയും തുടരെ ഷോർട്ട് ബോളുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കരുതലോടെ ഒരാൾ ക്രീസിലുണ്ടാകണം. ഒരു റെസ്പോൺസിബിൾ ഇന്നിംഗ്സ് പിറക്കണം. നേരിടുന്ന ആദ്യ പന്തിനെ തന്നെ ഗ്യാലറിയിൽ എത്തിക്കണമെന്ന ഇന്റൻഷനുമായി നിൽക്കുന്ന ഒരു യങ് ബ്ലഡിൽ നിന്ന് നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാനാകുമോ? പ്രതീക്ഷിക്കണം. മുമ്പ് ലക്നൌവിനെതിരായ ഒരു മത്സരത്തിലും കരുതലോടെ തുടങ്ങിയ ശേഷം പിന്നീട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന വൈഭവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിറാജ് എറിഞ്ഞ 3ാം ഓവറിൽ 3 ബൗണ്ടറികളുമായി വൈഭവ് മൊമെന്റം കണ്ടെത്തി. റബാഡയുടെ തൊട്ടടുത്ത ഓവറിൽ 1 4ഉം 1 6ഉം പായിച്ചു. ഇന്നലെ പവർ പ്ലേയിൽ വൈഭവ് പായിച്ച ഏക സിക്സർ അതായിരുന്നു. പ്രസീദ് കൃഷ്ണയുടെ അടുത്ത ഓവറിൽ ജഡേജയും ട്രാക്കിലായി. 2 4ഉം 1 6ഉം അടക്കം 16 റൺസ് ആ ഓവറിൽ പറന്നു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ രാജസ്ഥാൻ 70 റൺസ് സ്കോർ ബോർഡിൽ ചേർത്തിട്ടുണ്ട്. 3 ഓവറിൽ സിറാജ് 33 റൺസ് വഴങ്ങി. 2 ഓവറിൽ റബാഡ 21. പിന്നെ വാഷിയും ഹോൾഡറും ചേർന്ന് 2 ഓവറുകൾ പിടിച്ചെറിയുന്നു. അതിനിടെ നന്നായി തുടങ്ങി വന്ന ജഡേജ വൈഭവിനൊപ്പം ഒരു അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ശേഷം റിട്ടയർഡ് ഹേർട്ട് ആവുന്നു. 9ാം ഓവർ എറിയാനെത്തിയ റാഷിദ് ഖാനെ കണക്കിന് പ്രഹരിച്ചു വൈഭവ്. 2 സിക്സറും 1 4ഉം സഹിതം ആ ഓവറിൽ പറഞ്ഞത് 18 റൺസ്. എന്നിട്ടും അർദ്ധ സെഞ്ചുറിക്കായി 13ാം ഓവർ വരെ കാത്തിരിക്കേണ്ടി വന്നു വൈഭവിന്. 31 പന്തിൽ 50. IPL-ൽ വൈഭവ് കുറിക്കുന്ന ഏറ്റവും സ്ലോവസ്റ്റ് 50. അതിനിടെ പരാഗും ആർച്ചറും ഒക്കെ കൂടാരം കയറിയിട്ടുണ്ട്. ജഡേജ തിരിച്ചെത്തി. വൈഭവ് പതിയെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. റബാഡയെയും സിറാജിനെയും ഹോൾഡറിനെയും ഒക്കെ ഇടയ്ക്കിടെ പ്രഹരിച്ചു. 16ാം ഓവറിൽ ഷോർട്ട് ബോളുകൾ കൊണ്ട് തന്നെ നിരന്തരം പരീക്ഷിച്ച ഹോൾഡറിനെ 2 4ഉം 1 6ഉം പായിക്കുന്നുണ്ട് വൈഭവ്. വാഷിക്കെതിരെ 2 സിക്സറുകൾ കൂടെ പായിച്ച് 90കളിലേക്ക് കടന്നു. എന്നാൽ 18ാം ഓവറിൽ റബാഡ എറിഞ്ഞ മറ്റൊരു ഷോർട്ട് ബോളിൽ ആ 15-കാരൻ വീണു. ഇക്കുറി സെഞ്ചുറിക്ക് വെറും 4 റൺസ് മാത്രം അകലെ. 47 പന്തിൽ 96 റൺസ്. 31 പന്തിൽ 50 കുടിച്ച അയാൾ 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നു. 7 സിക്സറുകളും 8 4ഉകളുമാണ് ഇന്നലെ വൈഭവിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞത്. എ മെച്യൂർഡ് ഇന്നിംഗ്സ് എന്നാണ് സംഘക്കാര ആ ഇന്നിംഗ്സിനെ മത്സരത്തിന് ശേഷം വിശേഷിപ്പിച്ചത്. തനിക്ക് ചുറ്റും വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്നു.
ആ സമയത്ത് ഗെയിമും സിറ്റുവേഷനും റീഡ് ചെയ്ത് ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് അത് പിറക്കുന്നത് ഒരു 15-കാരൻ്റെ ബാറ്റിൽ നിന്നാണ് എന്ന് ഓർക്കണം. സ്ലോഗർ എന്ന് നിങ്ങൾക്ക് വൈഭവിനെ ഒരിക്കലും വിശേഷിപ്പിക്കാനാകില്ലെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മത്സരത്തിന് ശേഷം റിയാൻ പരാഗ്. രണ്ടാം വരവിൽ ജഡേജ താളം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. പിന്നെ ഡൊണോവൻ ഫെറേറയാണ് രാജസ്ഥാൻ ടോട്ടൽ 200 കടത്തുന്നത്. അവസാന ഓവർ എറിയാനെത്തിയ റാഷിദ് ഖാനെ 4 സിക്സറുകൾ പായിക്കുന്നുണ്ട് ഫെറേറ. മികച്ച ടോട്ടലായിരുന്നു അത്. എന്നാൽ മുളൻപൂരിൽ രാജസ്ഥാന്റെ എല്ലാ പ്രതീക്ഷകൾക്കും മുകളിൽ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും ഇടിച്ചുകുത്തി പെയ്തു. ജോഫ്ര ആർച്ചറിന് ഇക്കുറി ടീമിന്റെ പ്രതീക്ഷകളെ കാക്കാനായില്ല. പവർ പ്ലേ സ്പെഷ്യലിസ്റ്റായ ആർച്ചർ ഇക്കുറി ആ ഫേസിൽ എറിഞ്ഞ 2 ഓവറിൽ വഴങ്ങിയത് 29 റൺസാണ്. അതിനിടെ സായ് സുദർശനെ ഫെറേറ ഒരിക്കൽ കൈവിട്ട് കളയുന്നുണ്ട്. ആദ്യ വിക്കറ്റിൽ 167 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയാണ് ഗിൽ സുദർശൻ ജോഡി വേർപിരിഞ്ഞത്. അതാണ് ആ വലിയ ചേസിങ്ങിന് അടിത്തറയിട്ടത്. 47 പന്തിലായിരുന്നു ഗില്ലിന്റെ സെഞ്ചുറി. പുറത്തായി മടങ്ങുമ്പോൾ 53 പന്തിൽ 104 റൺസായിരുന്നു ഗുജറാത്ത് നായകന്റെ സമ്പാദ്യം. 15 ഫോറുകളും 3 സിക്സറുകളും അയാളുടെ ബാറ്റിൽ നിന്ന് പറന്നു. ചേസിംഗിൽ റെസ്പോൺസിബിൾ ഇന്നിങ്സ്. ഒടുവിൽ 8 പന്ത് ബാക്കി നിൽക്കെ GT രാജസ്ഥാന്റെ കയ്യിൽ നിന്ന് വിജയം പിടിച്ചു വാങ്ങി. വൈഭവിന്റെ ഇന്നിങ്സിൽ ഇന്നലെയും പറന്നു IPL-ലെ ഒരുപിടി റെക്കോർഡുകൾ. IPL-ൽ വേഗത്തിൽ 1000 റൺസ് വെക്കുന്ന ഇന്ത്യക്കാരൻ എന്ന നേട്ടം ഇന്നലെ വൈഭവിനെ തേടിയെത്തുന്നുണ്ട്. വെറും 23 ഇന്നിങ്സുകളാണ് വൈഭവ് ഇതിനായി എടുത്തത്. 440 പന്താണ് വൈഭവ് 1000 റൺസ് വെക്കാൻ ആകെ നേരിട്ടത് എന്നോർക്കണം. ഒരു T20 ടൂർണമെന്റിൽ പവർ പ്ലേയിൽ മാത്രം 500 റൺസ് പിന്നിടുന്ന ആദ്യ താരമാണ് വൈഭവ്. ഈ സീസണിൽ 521 റൺസാണ് പവർ പ്ലേ ഫേസിൽ മാത്രം വൈഭവ് അടിച്ചെടുത്തത്. 776 റൺസാണ് ഈ സീസണിൽ വൈഭവിന്റെ ആകെ സമ്പാദ്യം. IPL-ൽ 700 റൺസ് പിന്നിടുന്ന ആദ്യ അൺക്യാപ്ഡ് താരമാണ് വൈഭവ്. അങ്ങനെ ഈ സീസണിൽ മാത്രം വൈഭവ് കടപുടക്കിയ റെക്കോർഡുകൾ ഏറെയാണ്. ഇനി കലാശപ്പോര്. അഹമ്മദാബാദിൽ അവസാനിച്ചിരി ആരുടേത് എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം.